വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാ, ജനങ്ങളിലുണ്ട് ഞങ്ങളും അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. അവർ ആരാണ് എന്ന് ആദ്യം പറയുന്നില്ല. ആദ്യം തന്നെ പറയുന്നത് അവരുടെ മറ്റു പ്രത്യേകതകളാണ്. അവരുടെ രീതി എന്താണ്, അവർ വിശ്വാസികളെ കാണുമ്പോൾ എങ്ങനെയാണ്, അവരുടെ നേതാക്കളുടെ അടുത്താകുമ്പോൾ എങ്ങനെയാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, പ്രവാചകൻ്റെ കൂടെയുള്ള പ്രവാചക അനുചരന്മാരെക്കുറിച്ചുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ചൊരു ഉപമ പറയും. ആ ഉപമയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് എക്സ്പ്ലിസിറ്റ്ലി അത് ആരാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ബനൂ ഇസ്രായേലിൽപ്പെട്ട ആളുകളും അവരുടെ ക്ലോസ് അലൈസിൽപ്പെട്ട ആളുകളുമാണ്. അവരെയാണ് നമ്മൾ മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. ബനൂ ഇസ്രായേലിൻ്റെ വിശദമായ ചരിത്രവും അവരുടെ മതചരിത്രവും അവരുടെ സംഭവങ്ങളൊക്കെ ഈ സൂറ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാം, അവരുടെ റിലീജിയസ് ഹിസ്റ്ററി നമുക്ക് പറയാം. പക്ഷേ ഇപ്പം മദീനയിലുള്ള ജൂതഗോത്രത്തെക്കുറിച്ച് നമ്മൾ ബേസിക്കലി ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുമ്പോൾ അവിടെ പ്രധാനമായിട്ട് 2 നോൺ ജൂയിഷ് ട്രൈബും 3 പ്രധാന ജൂയിഷ് ട്രൈബുകളുമാണ് ഉണ്ടായിരുന്നത്. ഔസ് ഖസ്റജ് എന്നീ 2 ഗോത്രങ്ങളാണ് പ്രവാചകനെ സഹായിച്ച നോൺ ജൂയിഷ് ആയിട്ടുള്ള അറബികളുടെ ട്രൈബ്സ്, ഔസ് ഗോത്രവും ഖസ്റജ് ഗോത്രവും. അതേസമയം ബനു നളീർ, ബനു ഖുറൈള, ബനു ഖൈനുക ഇങ്ങനെ 3 ഗോത്രങ്ങൾ യഹൂദരുടേതായിട്ട് അവിടെയുണ്ട്. ഈ യഹൂദ ഗോത്രങ്ങൾ ഔസ് ഗോത്രവുമായിട്ട് ടൈയപ്പിലുള്ള ഒരു ഗോത്രമാണ് ബനു ഖുറൈള. അതേസമയം ഖസ്റജ് ഗോത്രവുമായിട്ട് ടൈയപ്പിലുള്ള ഗോത്രമാണ് ബനു നളീറും ബനു ഖൈനുക്കാവും. അവർ പരസ്പരം തമ്മിലുള്ള പോരാട്ടങ്ങളിലൊക്കെ, ഔസും ഖസ്റജും തമ്മിലുണ്ടാകുന്ന ചില യുദ്ധങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും ഈ യഹൂദ ഗോത്രവും പങ്കുചേരും. അതേസമയം ഈ യഹൂദ ഗോത്രം അവിടെ വളരെ റിച്ചാണ്, ഓരോ കാര്യത്തിലും ഓരോ ഗോത്രവും മികച്ചവരാണ്. ഉദാഹരണത്തിന് ബനു ഖൈനുക എന്ന് പറഞ്ഞാൽ സ്വർണ്ണപ്പണിക്കാരും കൊല്ലപ്പണിക്കാരൊക്കെയാണ്. ബനു ഖൈനുക ചന്ത എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള സ്വർണത്തിൻ്റെയും കൊല്ലപ്പണിയുടെ ഒക്കെ ഒരു കേന്ദ്രമാണ്. അതേപോലെ ബനു നളീർ ഗോത്രം നല്ല കൃഷിയുള്ളവരാണ്, ഈന്തപ്പന കൃഷിയൊക്കെ നന്നായിട്ടുള്ളവരാണ്. ബനു ഖുറൈള ഗോത്രം അവർ നല്ലോണം പടച്ചട്ടയും മറ്റൊക്കെ ഒരുപാട് ശേഖരമുള്ളവരാണ്. അതവർ ലോണായിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. പൊതുവേ തന്നെ ജൂതഗോത്രം ഇത്തരത്തിലുള്ള റിബയിലും പലിശയിലും അതുപോലെയുള്ള ഇടപാടിലൊക്കെ മികച്ചവരാണ്. അങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ അവർ മികച്ചു നിൽക്കുന്ന ഗോത്രങ്ങളാണ് ബനു ഖുറൈളയും ബനു ഖൈനുകാവും ബനു നളീറും. എന്നാൽ ഔസും ഖസ്റജും നല്ല മികച്ച ഗോത്രങ്ങളാണ്. അതിൽ ഖസ്റജ് ഗോത്രത്തിൻ്റെ നേതാവ് അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ, ഇദ്ദേഹമാണ് മുനാഫിക്കുകളുടെ നേതാവ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഉണ്ടായ അപവാദ പ്രചാരണ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി മിമ്പറിൽ വെച്ച് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നെയും എൻ്റെ കുടുംബത്തെയും ഇദ്ദേഹത്തിൻ്റെ ഷെറിൽ നിന്ന് ആരാ ഒന്ന് മോചിപ്പിച്ചു തരിക എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഔസും ഖസ്റജും തമ്മിൽ പരസ്പരം തർക്കിക്കുന്നുണ്ട് പള്ളിയിൽ വെച്ച്. കാരണം ഇദ്ദേഹം ഖസ്റജ് ഗോത്രത്തിൻ്റെ ആളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുന്നതിന് മുമ്പ് വലിയ നേതാവായിരുന്ന ആളാണ്. മാത്രമല്ല മദീനയിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഈ ഗോത്രങ്ങളൊക്കെ പരസ്പരം യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിലും വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഡീൽ ചെയ്ത് ഒരു രാജാവായിട്ട് മാറാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഖസ്റജ് ഗോത്രത്തിൻ്റെ ആളാണ്. അതുകൊണ്ട് തന്നെ ബനു നളീറും ബനു ഖൈനുക ഗോത്രവുമായിട്ട് ഇദ്ദേഹത്തിന് നല്ല ബന്ധമാണ്. അതേസമയം ഔസ് ഗോത്രം ബനു ഖുറൈളയുടെ സംരക്ഷകരുമാണ്. ഈ ഗോത്രങ്ങളെ, ഈ യഹൂദ ഗോത്രങ്ങളെ, ഇതിൽ പ്രധാനപ്പെട്ട ഈ 3 ഗോത്രങ്ങളെയും പ്രവാചകൻ 1 by 1 ആയിട്ട് ഓരോ ഘട്ടങ്ങളിലായിട്ട് മദീനയിൽ നിന്നും പുറത്താക്കുന്നുണ്ട്. പ്രവാചകൻ വന്ന സമയത്ത് മദീനയിൽ ഈ ഗോത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഔസും ഖസ്റജിനും പുറമെ ഈ 3 യഹൂദ ഗോത്രത്തെയും മറ്റ് ചെറിയ ഗോത്രങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഒരു കരാറുണ്ടാക്കുന്നത് മദീനയിൽ. നമ്മളൊക്കെ ഒരു ഉമ്മത്താണെന്ന് പറഞ്ഞുകൊണ്ട് മദീനയെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്നിച്ച് ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളതും, നമ്മൾക്കിടയിലുള്ള പരസ്പര സംഗതികൾ, ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിന്മ ചെയ്തു കഴിഞ്ഞാൽ, യഹൂദരാണെങ്കിൽ അവരുടെ നിയമപ്രകാരം തന്നെയുള്ള തിന്മ ചെയ്തു കഴിഞ്ഞാലൊക്കെ ഡീൽ ചെയ്യേണ്ട വിഷയവും പ്രവാചകൻ അവരുടെ നേതാവാണ്, മൊത്തം നേതാവാണ് എന്ന കാര്യവുമൊക്കെ, എന്തൊക്കെ കാര്യത്തിൽ പരസ്പരം സഹകരണം വേണം എന്ന വിഷയങ്ങളൊക്കെയാണ് പ്രവാചകൻ ഉണ്ടാക്കിയ കരാർ.
ഈ കരാറ് ലംഘിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദർ യുദ്ധാനന്തരം പ്രവാചകന് കൂടുതൽ അധികാരവും പ്രവാചകൻ വലിയ നേതാവായിട്ടൊക്കെ മാറുന്ന കണ്ടപ്പം ബദർ യുദ്ധാനന്തരം ബനു കൈനുക്കാവ് ഇത്തരം കരാറുകൾ ലംഘിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ബനു കൈനുക്കാവ് ചന്തയിൽ വെച്ചിട്ട് ഒരു മുസ്ലിം സ്ത്രീയെ, പ്രവാചകൻ്റെ അനുചരൽപ്പെട്ട ഒരു സ്ത്രീയെ അപമാനിച്ചതിൻ്റെ പേരിൽ അപമാനിച്ച യഹൂദനെ ഒരു മുസ്ലിം വധിച്ചു കളഞ്ഞു. അതിനെ തുടർന്ന് പ്രശ്നമുണ്ടായി. ഈ വ്യക്തിയെ യഹൂദർ ചേർന്ന് വധിച്ചു. ഈ സംഭവത്തിൽ പ്രവാചകൻ ഇടപെടുകയും ബനു കൈനുക്കാവിനെ ഉപരോധിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ ബനു കൈനുക്കാവിനെതിരെ ആക്ഷൻ എടുക്കാതിരിക്കാൻ അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സലൂൽ, ഖസറജ് ഗോത്രത്തിൻ്റെ നേതാവായ അദ്ദേഹം, കാരണം ബനു കൈനുക്കാവ് അദ്ദേഹത്തിൻ്റെ അലൈസിൽപ്പെട്ടതാണ്, അദ്ദേഹം പ്രവാചകൻ്റെ അടുത്ത് വരികയും നിർബന്ധം പിടിക്കുകയും അവരെ പോകാൻ അനുവദിക്കണമെന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അവർക്കെതിരെ ആക്ഷൻ എടുക്കാതെ അവർ പോകാൻ അനുവദിച്ചു. അവരവിടുന്ന് എല്ലാ സാധനങ്ങളും വാരി കൊണ്ടുപോയി. അവരുടെ ഒരുപാട് സ്വർണങ്ങളും മറ്റൊക്കെ അവർ കൂമ്പാരമാക്കിയിട്ട് കൊണ്ടുപോയി. സിറിയയുടെയൊക്കെ മറ്റ് പ്രദേശങ്ങളിലേക്ക് അവർ പോയി സെറ്റിൽ ചെയ്തു. അതിനുശേഷം ഉഹുദ് യുദ്ധാനന്തരം ഈ ഓരോ യുദ്ധസമയത്തും ഇവരുടെ ആറ്റിറ്റ്യൂഡ് പ്രവാചകനെ ഉള്ളിൽ നിന്ന് ചതിക്കുക എന്നുള്ളതാണ്. അബ്ദുല്ലാഹിബിൻ ഉബയ്യിൻ്റെ ഒക്കെ രീതി അത് തന്നെയാണ്. ഉഹുദ് യുദ്ധത്തിന് ശേഷം ബനു നളീർ ഗോത്രത്തിൽപ്പെട്ട അവരുടെ നേതാവ് മക്കയിൽ പോവുകയും ഖുറൈശികളോട് രഹസ്യമായിട്ട് കരാറുണ്ടാക്കുകവരെ ചെയ്തു. ആ നേതാവിനെ മുസ്ലിങ്ങൾ പിന്നീട് മദീനയിൽ വെച്ച് കൈകാര്യം ചെയ്തു. അങ്ങനെ ബനു നളീർ ഗോത്രത്തെയും ഉപരോധിച്ചു. അങ്ങനെ ഉപരോധിച്ച സമയത്ത് അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ അവർക്ക് സപ്പോർട്ട് അപ്പോഴും പ്രഖ്യാപിച്ചു. അവരോട് അവിടുന്ന് പോകേണ്ടതില്ല എന്നും ഖസറജ് ഗോത്രമൊക്കെ പ്രവാചകനെതിരെ തിരിയാൻ പോവുകയാണെന്ന് വരെ ഇൻഫർമേഷൻ കൊടുത്തു. പക്ഷേ ഒടുവിൽ അവർക്ക് സഹായമൊന്നും കിട്ടാതെ വന്നപ്പോൾ അവർ പ്രവാചകന് കീഴടങ്ങിയ സമയത്ത് അവരെയും പ്രവാചകൻ നാട് കടത്തി. അവരാണ് പിന്നീട് കുറേ പേര് ഹൈബറിലൊക്കെ പോയിട്ട് സെറ്റിൽ ചെയ്തത്. അവർ കീഴടങ്ങാതിരുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവരുടെ കൃഷി ഈന്തപ്പന വെട്ടി നശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ പിന്നീട് കീഴടങ്ങി പുറത്തേക്ക് വന്നത്. അവരുടെ കോട്ടകൾ ഉപരോധിച്ചപ്പോൾ അവർ പിന്നീട് ഇത് കണ്ടപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. അവരുടെ ഈന്തപ്പന കൃഷിയൊക്കെ നശിക്കുന്നത് കണ്ടപ്പോൾ അവർ പുറത്തു വന്ന് കീഴടങ്ങി. അങ്ങനെ അവരുടെ ആയുധങ്ങളൊക്കെ പ്രവാചകൻ കീഴടക്കിയിട്ട് അവരെ നാട് കടത്തി. അതിനുശേഷം പിന്നീട് മദീനയിൽ ബാക്കിയാകുന്നത് ബനു ഖുറൈള ഗോത്രം മാത്രമാണ്. അഹ്സാബ് യുദ്ധത്തിന് ശേഷം, അഹ്സാബ് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മദീനക്കെതിരെ ഈ പുറത്തുപോയ ബനു നളീർ ഗോത്രവും മറ്റ് മുശ്രിക്കുകളുടെ മക്ക മുശ്രിക്കുകളും ചെറിയ എല്ലാ അറേബ്യയിലെ ഗോത്രങ്ങളൊക്കെ ചേർന്നുകൊണ്ട് മദീനക്കെതിരെ നീങ്ങിയതാണ്. അങ്ങനെ മദീനക്കെതിരെ നീങ്ങിയ സമയത്ത് പ്രവാചകൻ്റെ അനുചരന്മാർ മദീനയ്ക്ക് ചുറ്റും കിടങ്ങ് കുഴിച്ചുകൊണ്ടാണ് മദീനയെ സംരക്ഷിച്ചത്. ആ സമയത്ത് ബനു നളീർ ഗോത്രത്തിലെ തലവൻ ബനു ഖുറൈള ഗോത്രത്തിലെ തലവനുമായിട്ട് സന്ധിക്കുകയും ബനു ഖുറൈള പ്രവാചകനെ ഉള്ളിൽ നിന്ന് ചതിക്കണമെന്ന് പറയുകയും അതവരെ കൺവിൻസ് ചെയ്യുകയും അവർ തമ്മിലുണ്ടായിരുന്ന കരാറ് കീറിക്കളയവരെ ചെയ്ത് ഈ സംഭവം പ്രവാചകന് രഹസ്യമായിട്ട് അറിയാൻ കഴിഞ്ഞപ്പോൾ പ്രവാചകൻ രഹസ്യ നീക്കങ്ങളിലൂടെ അവരെ ഉപരോധിക്കുന്ന പണി ചെയ്തു. അങ്ങനെ ബനു ഖുറൈളയെ ഉപരോധിച്ചു. കുറേ ദിവസത്തെ നീണ്ട ഉപരോധത്തിന് ശേഷം അവസാനം അവർ കീഴടങ്ങി. അങ്ങനെ അവർ കീഴടങ്ങിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ അവരുടെ അലയൻസിലുണ്ടായിരുന്ന ഔസ് ഗോത്രത്തിലുള്ള സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അവരുടെ തന്നെ ആവശ്യപ്രകാരം, ബനു ഖുറൈളയുടെ തന്നെ ആവശ്യപ്രകാരം ഞങ്ങളുടെ അലയായ ഔസിലെ ആരെങ്കിലും ഞങ്ങൾക്കെതിരെ വിധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അതിന് ചുമതലപ്പെടുത്തി. അദ്ദേഹം തൗറാത്തിലെ നിയമം അനുസരിച്ചിട്ട് ഇത്തരത്തിൽ ചതിച്ചു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ ആളുകളെയൊക്കെ വധിച്ചു കളയുകയും പ്രായപൂർത്തിയാവാത്ത കുട്ടികളെയും അതുപോലെ എല്ലാ സ്ത്രീകളെയും പ്രായപൂർത്തിയാവാത്ത കുട്ടികളെയും ക്യാപ്റ്റീവ്സായിട്ട് പിടിക്കാനുമുള്ള നിയമം അവരുടെ കാര്യത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അവരിലുള്ള പ്രായപൂർത്തിയായ പുരുഷന്മാരെയൊക്കെ പ്രവാചകൻ്റെ അനുചരന്മാർ വധിച്ചു കളയുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറ അൽ അഹ്സാബിൽ പരാമർശിക്കുന്നുണ്ട്. വൻസലല്ലദീന ലാഹറുഹും മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽ അവരെ സഹായിച്ചവർ, ഈ അഹ്സാബ് സഖ്യകക്ഷികളെ സഹായിച്ചവരെ അവൻ പുറത്തു കൊണ്ടുവന്നു. മിൻ സിയാസിം, അവരുടെ കോട്ടകളിൽ നിന്ന് അവൻ പുറത്തു കൊണ്ടുവന്നു. വഖദഫ ഫീ ഖുലൂബിഹിം റുഅബ, അവരുടെ കൽബിൽ, അവരുടെ ഹൃദയങ്ങളിൽ അവൻ ഭയത്തെ ഇട്ട് കൊടുത്തു. ഫരീഖൻ തഖ്തുലൂൻ, അതിൽ ഒരു കൂട്ടം ആളുകളെ നിങ്ങൾ കൊല്ലുന്നു. വതസിറൂന ഫരീഖ, മറ്റൊരു കൂട്ടം ആളുകളെ നിങ്ങൾ ക്യാപ്റ്റീവ്സായിട്ട് പിടിക്കുന്നു.
ഇതുപോലെ നേരത്തെ ബനു നളീർ ഗോത്രത്തിനെതിരെ ഉണ്ടായിരുന്ന ആക്ഷനും അവരുടെ ഉപരോധവും സൂറ അൽ ഹഷറിൽ അള്ളാഹു പറയുന്നുണ്ട്. ഹുവല്ലദീ അഖറജല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം ലി അവ്വലിൽ ഹഷർ, ഒന്നാമത്തെ നീക്കത്തിലൂടെ തന്നെ അവരുടെ അഹ്ലു കിതാബിൽപ്പെട്ട കാഫിരീങ്ങളെ, അവരിൽപ്പെട്ട നിഷേധികളെ പുറത്തു കൊണ്ടുവന്നത്, അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് അവനാണ്. മാ ലനൻതും അൻ യഖ്റുജു വലന്നു അന്നഹും മാനിഅത്തുഹും ഹുസൂനുഹും മിനല്ലാഹ്, അവർ പുറത്തു വരുമെന്ന് നിങ്ങൾ കരുതിയല്ല, അവർ അള്ളാഹുവിൽ നിന്ന് അവരുടെ കോട്ടകൾ അവരെ സംരക്ഷിക്കുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഫാത്താഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു, അവരുദ്ദേശിക്കാത്ത രീതിയിൽ അള്ളാഹു ചെന്നു അവരുടെ അടുത്ത്, അഥവാ അള്ളാഹുവിൻ്റെ നടപടി ഉണ്ടായി. വഖദഫ ഫീ ഖുലൂബിഹിം റുഅബ, അതായത് അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഭയത്തെ ഇട്ടുകൊടുത്തു. എന്നിട്ട് അവർ തന്നെ അവരുടെ കരങ്ങൾ കൊണ്ട് അവരുടെ വാസസ്ഥലം നശിപ്പിച്ചു. യുഖ്രിബൂന ബുയൂതഹും ബി ഐദീഹിം, അവർ തന്നെ പൊളിക്കാൻ തുടങ്ങി. വൈദിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കരങ്ങൾ കൊണ്ടും അവരുടെ കോട്ടകളൊക്കെ പൊളിക്കാൻ തുടങ്ങി. വഅതബിറു യാ ഉലിൽ അബ്സാർ, കണ്ണുള്ളവരെ നിങ്ങൾ പാഠം ഉൾക്കൊള്ളൂ, ചിന്തിച്ച് മനസ്സിലാക്കൂ എന്നാണ് അള്ളാഹു പറയുന്നത്. ഇത് സൂറ അൽ ഹഷറിലെ 2-ാമത്തെ ആയത്താണ്. ഇത് ബനു നളീർ ഗോത്രത്തിനെതിരെ നടന്ന ഉപരോധമാണ്. അവർ കീഴടങ്ങാതിരുന്നപ്പോൾ അവരുടെ ഈന്തപ്പനയൊക്കെ വെട്ടി അവരവസാനം പുറത്തേക്ക് വന്നതാണ്. ഇങ്ങനെ 3 ഗോത്രത്തെയും മദീനയിൽ നിന്ന് പുറത്താക്കുകയും അവരൊക്കെ മദീനയിൽ നിന്ന് പുറത്തുപോയി പിന്നീട് മറ്റ് സ്ഥലങ്ങളിൽ സെറ്റിൽ ചെയ്യുകയും പ്രവാചകന് ശേഷമൊക്കെ അവർ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗോത്രത്തിൽപ്പെട്ട സൂറ ബക്കറ ഇറങ്ങുന്ന സമയം ഈ സംഗതികളൊന്നും നടന്നിട്ടില്ല. സൂറ ബക്കറ ബദ്ർ യുദ്ധത്തിൻ്റെയൊക്കെ അതിനു മുമ്പ് ഉള്ള ആയത്തുകളൊക്കെയാണ് കൂടുതലും. അപ്പോൾ ആ സമയത്ത് ഈ ഗോത്രത്തിൽപ്പെട്ട, അതായത് ബനു ഖുറൈള, ബനു നളീർ, ബനു ഖൈനുക ഗോത്രത്തിൽ മദീനയിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതുപോലെ ഇവരുടെ അലൈസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിൽപ്പെട്ട കുറേ ആളുകളാണ് പ്രവാചകൻ്റെ കൂടെ നിന്നതും അവസരത്തിനനുസരിച്ചിട്ട്, സാഹചര്യത്തിനനുസരിച്ചിട്ട് കുറേ ആദായം പറ്റാൻ വേണ്ടിയിട്ട് പ്രവാചകൻ്റെ കൂടെ ഞങ്ങൾ വിശ്വാസികളാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയും തഞ്ചം കിട്ടിക്കഴിഞ്ഞാലൊക്കെ പ്രവാചകനെ ചതിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് ഇവരിലൊക്കെ പെട്ട ആളുകളാണ്. അപ്പോൾ അവരെയാണ് നമ്മൾ മുനാഫിക്കുകളെന്ന് പ്രധാനമായിട്ടും പറയുന്നത്.